ആർക്കും വേണ്ടാത്ത അവസ്ഥയില് അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോ സ്വീകരിക്കാൻ നമ്മളല്ലേ ഉണ്ടായുള്ളൂ. അതിന്റെ നന്ദിയെങ്കിലും കാണിക്കാൻ പറ. ഒന്ന് പതുക്കെ പറ, അമ്മ കേക്കണ്ട. കേട്ടാലെന്താ? എനിക്ക് പേടിയൊന്നുമില്ല, പറയുന്നത് സത്യമല്ലേ. സ്വന്തം വീട്ടിൽ പോലും സ്ഥാനം ഇല്ലാഞ്ഞിട്ടല്ലേ ഇവിടെ വന്നിങ്ങനെ കിടക്കുന്നത്. അല്ല, അത് പറയാനെനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ വേണ്ടാന്ന് വെച്ചിട്ടാ. എന്തിനാടാ വേണ്ടാന്ന് വെച്ചത്? നീ പറ. അല്ലെങ്കിൽ തന്നെ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് നീയൊക്കെ മിണ്ടാതിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിച്ചോന്ന് കരുതിയോ? അമ്മേ, നീ മിണ്ടാതിരടി. എല്ലാവരും കൂടെ എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നീ ഒട്ടും മോശമൊന്നും അല്ലല്ലോ. അതുകൊണ്ടാണല്ലോ മോൾക്കും അവളോട് സ്നേഹം. അവൾ മോളെ സ്നേഹിക്കുന്ന കാണുമ്പോ എനിക്ക് പലപ്പോഴും കണ്ണു നിറഞ്ഞിട്ടുണ്ട്. എന്ത് നല്ല സ്വഭാവം അവളുടേത്. അത് ശരിയാ. പക്ഷേ നീ അവക്ക് അത്ര ശ്രദ്ധയൊന്നും കൊടുക്കണ്ട. അവളെ അധികം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ട. ഇന്നല്ലെങ്കിൽ നാളെ ആ വീട് വിട്ടു പോവേണ്ടവളോ. ആരും ഇല്ലാതായപ്പോ എന്തെങ്കിലും ഒരു വഴിയാകുന്നതുവരെ അവിടെ നിന്നോട്ടെ എന്ന് ഗിരി പറഞ്ഞതുകൊണ്ടാ ഞാനൊന്നും മിണ്ടാത്തത്. ഇനിയിപ്പോ ഒപ്പ് വാങ്ങലൊക്കെ നിങ്ങൾ നേരിട്ടങ്ങായാ മതി. അതെന്താ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം? അവൾക്കെന്നെ മുഖം മൂടിയിട്ടും ഇല്ലാതെയും ഒക്കെ കണ്ടിട്ടുള്ളതാ. കൂടെയുള്ളവന്മാരൊക്കെ സേഫാണെന്നല്ലാതെ എന്നെ അവൾക്ക് നല്ല പരിചയമുണ്ട്. ആ സ്ഥിതിക്ക് ഞാൻ നേരിട്ട് മുഖം കാണിക്കാതിരിക്കുന്നതാ നല്ലത്. അങ്ങനെയാണെങ്കിലേ ഞാൻ ഏട്ടനോട് കൂടി ഒന്ന് സംസാരിക്കട്ടെ. ഇതാവുമ്പോ കൊല്ലും കൊലയൊന്നും വേണ്ട. ആ പെണ്ണ് ഒപ്പിട്ട് തരുന്നു, നമ്മൾ അവളെ അങ്ങ് വിട്ടയക്കുന്നു. അല്ലാതെ പോലീസ് കേസോറ്റ നടക്കാൻ എനിക്ക് വയ്യ. നീ പറയുന്നതൊക്കെ ശരി തന്നെയാ. എന്നാലും അവസാനമായി നമുക്ക് അവനെ ഒന്നുകൂടി വിശ്വസിക്കാം. എന്താണെന്ന് വെച്ചാൽ നീ ഏർപ്പാടാക്കും. പണത്തിനും സ്വത്തിനും വേണ്ടി മത്സരിക്കുന്ന ബന്ധങ്ങൾക്കിടയിൽ നിന്നും വസുധ പോയതെങ്ങോട്ട്? സ്വന്തം വീട്ടിലെ കള്ളത്തരം കണ്ടുപിടിക്കാൻ ഗിരിക്കും സാവിത്രിയമ്മയ്ക്കും കഴിയുമോ? വസുധ നമ്മുടെ ആരുമല്ലാന്ന് നീ മനസ്സിലാക്കണം. അവൾ എന്നായാലും ഇവിടുന്ന് പോവേണ്ടവള് തന്നെയാ. അവളിവിടെ തുടർന്നാലേ കുടുംബത്ത് പ്രശ്നങ്ങളെ ഉണ്ടാവും. രക്തബന്ധങ്ങൾ വെറും അവകാശം നേടിയെടുക്കാൻ വേണ്ടി മാത്രമുള്ളതോ? കുടുംബ ബന്ധങ്ങളിലെ കാണാ കാഴ്ചകളുമായി വസുധ കാണുക തുടർന്നുള്ള ഭാഗങ്ങളിൽ.